നാറി പോണ ഞാൻ കണ്ടില്ലേ, നാറിയിട്ടാ പോണത്. പുളിച്ച തെറി ഇട്ടിട്ട് പോവാണ്. ഈ മതേതരം എന്ന് പറയുന്ന ഈ സാധനം തലയ്ക്ക് എത്തിയിട്ടേ മദ്രസയിൽ പോയിട്ട് പള്ളിയിൽ പോയിട്ട് ചെണ്ടോട്ടാൻ പോയത്. അവിടുത്തെ തള്ളമാര്, അവിടുത്തെ ഉമ്മമാരെ അടിച്ചു പൊടിച്ചു. നാണം കെട്ട് പോവാണ് ചമ്പ് നാറികള്. ജാതി ഒരു വാണങ്ങള്. സത്യം പറയാനോ, ഈ നിങ്ങളടാ മലവാണങ്ങളെ, നിങ്ങളെപ്പോലെ മതം എന്താണെന്നോ മതവിശ്വാസം എന്താണെന്നോ അറിയാതെ നടക്കുന്നവരല്ല അവര്. അവർക്ക് നല്ല വ്യക്തമായിട്ടുള്ള മതമുണ്ട്. നീയൊക്കെ ഈ മതേതരം കാട്ടി ഈമ്പിളിഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവരതുപോലെയാണെന്ന് വിചാരിച്ച ഓടിക്കും. നിന്നെയൊക്കെ ഓടിച്ചില്ലേ? അന്തസ്സായിട്ട് ഓടിച്ചില്ലേ? പള്ളിനുള്ളിൽ കയറിയിട്ടാണോ? പള്ളിനുള്ളിൽ കയറിയിട്ടാണോ അവിടെ ചെണ്ട വിട്ട് എന്നുകൊണ്ടല്ലേ ഓടിച്ച്? അല്ലേ? ഞങ്ങളുടെ പള്ളിയാണ്, അവിടെ കയറിയിട്ട് ഈ വക തെണ്ടിത്തരം കാട്ടാൻ പറ്റൂല. പക്ഷെ അമ്പലത്തിൽ കയറി ദഫ് മുട്ടിക്കാം, ചാടി തുള്ളിക്കൊക്കെ ചെയ്യിക്കാം. അത് മതേതരം. ഇവിടെ അത് നടക്കൂല. ഇപ്പൊ അതിൽ കയറിട്ടില്ലേ, ഉണ്ടാതെ പൊക്കോ, തിരിഞ്ഞു നോക്കണ്ട, അങ്ങനെ പതുക്കെ പതുക്കെ പൊക്കോ കേട്ടോ. നാണം കെട്ട് നാറി. ഇത്ര ഉള്ളൂടാ, ഇത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ കരുതിയത്? എടാ, ഈ സാധനം ഉണ്ടല്ലോ, ഈ മതേതരം പറയുന്ന ഒരു സാധനം, അത് നിങ്ങളുടെ മനസ്സിലേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ, മറ്റുള്ളവർക്ക് അത് പറ്റൂല. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. എഴുതാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക. മഹാത്മാഗാന്ധി എന്താ പറഞ്ഞിട്ടുള്ളത് അറിയോ? ഇന്ത്യൻ ഹിന്ദുക്കളോട് നിങ്ങൾ ഇവർക്ക് വേണ്ടി സഹിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവരെന്ത് ചെയ്താലും നിങ്ങൾ സഹിച്ചു കൊടുക്കണമെന്ന്. അവർക്ക് ഇവിടെ നിങ്ങളെക്കാൾ അവകാശം ഉണ്ടെന്നാ പറയണത്. മനസ്സിലായ? ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പറഞ്ഞ മനുഷ്യനെയാണ് ഇവിടെ മഹാത്മാഗാന്ധി എന്ന് പറയണത്. മനസ്സിലായില്ലേ? അനുഭവിച്ചില്ലേ? ആരോടും മിണ്ടണ്ട. അതൊക്കെ പാല് ചുപ്പി പൊക്കാം, ഇങ്ങനെ പൊക്കാം, ഒരു സൈഡ് കൂടെ പൊക്കാം കേട്ടാ. അയ്യാടാ, നാറി നാണം കെട്ട്. ഹിന്ദുവാണത്ര, ഹിന്ദുക്കളെ നാണം കെടുത്താനായിട്ട് കുറെ എണ്ണുണ്ട്. ഇപ്പൊ അമ്പലത്തിൽ കയറ്റിയിട്ട് ദഫ് മുട്ടിക്കലും വയന്ന് പറച്ചിലും നബിദിന റാലിയൊക്കെ അമ്പലത്തിന്റെ ഉള്ളിലാ കയറ്റലിപ്പോ. ഇപ്പൊ കിട്ടിയില്ലേ ഒരു ചെണ്ട, കേവലം ഒരു ചെണ്ട കുട്ടിയനാണ് ഓടിച്ച്. മനസ്സിലാക്കി. അത്രേ ഉള്ളൂ. ഇതൊക്കെ എത്ര എളിച്ചു കാട്ടി മതേതരം കാണിച്ചില്ല, അവിടുന്ന് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടും, എത്രയോ കിട്ടൂ. ഇത് തന്നെ മാക്സിമം ആണ്. ഇനി അതിന്റെ അപ്പുറത്തോട്ടാണ്, വേറെ ലെവല്. മനസ്സിലായ? ഞാൻ ഉദാഹരണം പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ കാര്യം പറഞ്ഞ ഓർമ്മല്ലേ? ആളൊരു ഹിന്ദു എന്നു, രാമഭക്തനെന്നു. ആളെന്താ പറഞ്ഞതെന്ന് അറിയാം? ഹിന്ദുക്കള് മുസ്ലിങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം ഇന്ത്യയിൽ. അവർക്ക് വളർച്ചയ്ക്ക് നിങ്ങൾ പാതൊരുക്കി കൊടുക്കണം. അവർ നിങ്ങളെ മുമ്പിൽ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ കൊണ്ടുവരാൻ നിങ്ങളോട് മാറി കൊടുക്കണം. അവർ വളരണം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയാക്കണ നാടാണിത് എന്ന്. 1946 മെയ് 6 ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഗാന്ധി പറഞ്ഞു, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം, അവരുടെ ജീവിതം ബലി കൊടുക്കണം, അങ്ങനെയെങ്കിലും മുസ്ലിങ്ങൾ തൃപ്തരാകുന്നേ ആകട്ടെ എന്ന് പറഞ്ഞാണ് ഗാന്ധി പറഞ്ഞത്. എഴുതിയതൊക്കെയാണ്. ഇഷ്ടംപോലെ രേഖകളുണ്ട്. അതുപോലെ തന്നെ കേരളത്തില് മാപ്പിള ലഹള നടക്കുന്ന സമയത്ത് അവസാനം അന്ന് അംബേദ്കറൊക്കെ ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഗാന്ധിജിയുടെ ഈ നിലപാടിനെ. അവസാനം ഹിന്ദുക്കൾ ഒരുപാട് കൊല്ലപ്പെടുന്നു പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കൊല്ലപ്പെടുക, അത് വലിയ കാര്യമാണ്. അത് കാണുമ്പോൾ അവർക്കൊരു മനംമാറ്റം ഉണ്ടാവും. അത് നിങ്ങൾ മഹത്തായ ഒരു മരണമാണ് വരിക്കുന്നത്. ഇതൊക്കെ ചരിത്രങ്ങൾ എഴുതപ്പെട്ട കാര്യമാണ്. അപ്പോ അതിന്റെ പിന്തലമുറ പറ്റി വന്നാരാ നീയൊക്കെ? അപ്പൊ ഞാൻ നാണം കെടണം. ഞങ്ങളൊക്കെ സവർക്കറിന്റെ പിന്തലമുറക്കാരാ. അതുകൊണ്ട് ഇച്ചിരി നാണവും മാനവും ഉണ്ട്, ഇച്ചിരി അന്തസ്സുണ്ട്. അത് വിട്ട് കളിക്കൂല. നിങ്ങൾക്ക് പിന്നെ എന്തു ആവാം, തീട്ടത്തിലെ ഈച്ച പോലെയാണ്. നിങ്ങൾക്ക് എന്തു, അതിലും വലിയ മാനക്കടിന് വേറെ ഇല്ലല്ലോ. നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കയറിയിരിക്കാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തേന് കയറിയിരിക്കാം, തീട്ടത്തിലിരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. പക്ഷെ അത് സവർക്കറ മക്കൾക്ക് പറ്റൂല. ഞങ്ങൾക്ക് മതേതരം എന്ന് പറയുന്ന സാധനം ഞങ്ങൾ ഉൾക്കൊള്ളും. അത് ഇങ്ങോട്ട് കിട്ടുന്നത് പോലെ അങ്ങോട്ട്. അതാണ് ന്യായം, അതാണ് ഇന്നത്തെ ന്യായം. ആ ന്യായത്തിലേക്ക് ജീവിക്കാൻ പറ്റും ഇവിടെ. അല്ലാണ്ടില്ലെങ്കിൽ ഇതേമാതിരി നാണം കെട്ടി വിളിഞ്ഞു പോകേണ്ടി വരും.